ഹലോ മക്കളെ, പിന്നെ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ഫസ്റ്റ് ചാപ്റ്റർ ഇംഗ്ലീഷ് മീഡിയമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ടെൽ യു ഓൾ ഓഫ് യു ദാറ്റ് ഐ എം ഗോയിങ് ടു ഡിവൈഡ് ദിസ് ചാപ്റ്റർ ഇൻ ടു 4 subtopics. The first subtopic I am going to discuss about subatomic particles. Subatomic particles means proton, electron and neutron. And in the second part, I am going to discuss about atom models. Atom models നമുക്ക് പഠിക്കാനുള്ളത് plum pudding atom model, then Rutherford atom model, and the last one is Bohr atom model. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തേർഡ് പാർട്ടിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് പഠിക്കാനുള്ളത്. ഒന്ന്, നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ പഠിക്കണം. അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഡയഗ്രാമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. അതിന് പറയുന്ന പേരാണ് ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ ടോപ്പിക്കാണ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള 1 to 18 വരെ വരുന്ന എലമെൻസിൻ്റെ അറ്റോമിക് നമ്പർ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും പഠിക്കണം. എന്നാലേ ഈ ചാപ്റ്റർ നമുക്ക് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പീരിയോഡിക് ടേബിൾ കാണാത്ത കുട്ടികളാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പേജ് നമ്പർ 26 ഒരു പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളത് നോക്കിയിട്ട് 1 to 18 വരെ വരുന്ന എലമെൻസിന് നമ്മൾ അതിൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ കുട്ടികളും ഒന്ന് പഠിച്ചെടുക്കണം. പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ സിമ്പലും കൂടി എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൂന്നാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻ ദ ലാസ്റ്റ് പാർട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ന്യൂ ടോപ്പിക്. ഇതുവരെ നിങ്ങൾ പഠിക്കാത്തൊരു ടോപ്പിക്കാണ്. 8ാം ക്ലാസ്സിലൊന്നും 7ാം ക്ലാസ്സിലോ നമ്മളിതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. ആ ടോപ്പിക്കാണ് മക്കളെ ഐസോടോപ്സും ദെൻ ഐസോബാർ ആൻഡ് ഐസോട്ടോൺ. ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാം, നമുക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ 2 പാർട്ടിൽ മാത്രമേ ചെറിയൊരു പ്രയാസം കുട്ടികൾക്ക് ഫേസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. ബാക്കിയുള്ള പാർട്ടുകളൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സാണ്. ഓക്കെ, നമുക്ക് ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷനിൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഒരു ടേബിളാണ്, ടേബിൾ 1.1. ഈ ടേബിളിൽ നിങ്ങൾക്ക് കുറച്ച് സബ്സ്റ്റൻസുകൾ കാണാം. ഷുഗർ, ഗ്ലൂക്കോസ്, വാട്ടർ. അതിൻ്റെ കെമിക്കൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്. അതിൽ ആറ്റംസിൻ്റെ നമ്പേഴ്സിൻ്റെ റേഷ്യോയും അവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ സബ്സ്റ്റൻസുകളാണ്. ഈ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് കോമ്പൗണ്ട് എന്ന് വിളിക്കാം, കോമ്പൗണ്ട്. ഓക്കെ, ഈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് മോളിക്യൂൾസിനെ പറയുന്ന പേരാണെന്ത്, കോമ്പൗണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ്? ഷുഗർ, ഗ്ലൂക്കോസ്, വാട്ടർ. അതിൻ്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. ഷുഗറിൻ്റെ ഫോർമുലയാണ് C12H22O11, ഗ്ലൂക്കോസ് C6H12O6, വാട്ടർ H2O. റെഡി? നമുക്ക് ചില മോളിക്യൂൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാനിവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് റെഡ് കളറിൽ ഞാൻ ഒരു 3 മോളിക്യൂൾസിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒന്ന് CO2 ആണ്, രണ്ടാമത്തേത് H2O, മൂന്നാമത്തേത് കാർബൺ മോണോക്സൈഡ്. മക്കൾ ഇതെല്ലാം മോളിക്യൂൾസാണ്. എന്താണ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ? മോളിക്യൂൾസ് ആർ പാർട്ടിക്കിൾസ് വിച്ച് ഷോസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസ് ആൻഡ് ഹാവ് എ ഫ്രീ എക്സിസ്റ്റൻസ്. ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്ന ഒരു സ്മോളസ്റ്റ് പാർട്ടിക്കിൾസാണ് ആര്? മോളിക്യൂൾസ്. നമ്മൾ പറയുകയാണെങ്കിൽ ഈ മോളിക്യൂൾസ് എല്ലാം ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ദ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ്. ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവും മക്കളെ, മോളിക്യൂൾസ് ഉണ്ടാവുക. ഈ മോളിക്യൂൾസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡു മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ഡിഫർ? വ്യത്യസ്ത സബ്സ്റ്റൻസുകളുടെ മോളിക്യൂൾസ് തമ്മിൽ എന്തിലൊക്കെയാണ് വ്യത്യാസമുള്ളത്? അപ്പോൾ നമ്മൾ നോക്കുക, 3 ഡിഫറെൻറ്റ് സബ്സ്റ്റൻസുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ഒന്ന് വാട്ടർ ആണ്, ഒന്ന് കാർബൺ മോണോക്സൈഡ് ആണ്. അവരുടെ മോളിക്യൂൾസാണ് നിങ്ങളിവിടെ കാണുന്നത്, CO2, H2O, CO. ഇവരിൽ എന്തൊക്കെയാണ് വ്യത്യാസമുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറ. യെസ്, ഓരോ മോളിക്യൂളിലും സെയിം ആറ്റംസ് ആണോ കമ്പൈൻ ചെയ്യുന്നത്? അല്ല. ദാറ്റ് മീൻസ് സെയിം എലമെൻറ്റ്സ് ആണോ കമ്പൈൻ ചെയ്യുന്നത്? അല്ല. രണ്ടാമത്തത്, ഓരോ മോളിക്യൂൾസിലുള്ള ആറ്റത്തിൻ്റെ എണ്ണം അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ എണ്ണം സെയിം ആണോ? ഒരു എക്സാമ്പിൾ എടുക്കാം, CO2, CO. രണ്ടിലും കാർബൺ ഉണ്ട്,
ഒരു കാർബൺ, രണ്ടിലും ഓക്സിജൻ ഉണ്ട്. പക്ഷേ കാർബണിൻ്റെ CO2-ൽ 2 ഓക്സിജൻ ഉണ്ട്, CO-ൽ 1 ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ എണ്ണത്തിൽ ഇവിടെ ഡിഫറൻസ് വന്നല്ലോ അല്ലേ. അതുപോലെ നമ്മൾ നെക്സ്റ്റ് എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. കാർബൺ ഡൈ ഓക്സൈഡ് CO2-ഉം H2-ഉം കൺസിഡർ ചെയ്യാം. ഇവർ തമ്മിൽ എന്താ വ്യത്യാസമില്ല മക്കളെ? യെസ്, ഇവിടെയുള്ള എലമെൻറ്റ്സിൽ വ്യത്യാസമില്ലേ? ഒന്നിൽ കാർബണാണ്, ദെൻ ഓക്സിജനാണ്, രണ്ടാമത്തിൽ ഹൈഡ്രജനും ഓക്സിജനുമാണ്. അപ്പോൾ മോളിക്യൂൾസിലുള്ള പ്രധാനപ്പെട്ട വ്യത്യസ്ത സബ്സ്റ്റൻസുകളുടെ മോളിക്യൂൾസിലുണ്ടാകുന്ന ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ആൻസർ അവിടെ തന്നെയുണ്ട്. ഒന്ന്, ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ദ മോളിക്യൂൾസ്. രണ്ടാമത്തത് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ആറ്റംസ് ഇൻ ദം. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനിയാണ് നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആരെക്കുറിച്ചാണ്? സബറ്റോമിക് പാർട്ടിക്കിൾസ്. സബറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും there are 3 subatomic particles. The first one is proton, second one is electron, and third one is neutron. നമ്മളിനി ഈ ഓരോ സബറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോണിനെ കുറിച്ചാണ്. ഈ ടോപ്പിക്കിൽ എന്തൊക്കെ പഠിക്കാനുള്ളത് ആദ്യം പഠിക്കാം കേട്ടോ. ഒരു സ്റ്റോറി പോലെയാണ് നമുക്കത് പഠിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇവിടെ ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, വില്യം ക്രൂക്സ്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഇലക്ട്രോണിൻ്റെ ഡിസ്കവറിയുടെ പിന്നിൽ ഒരു ഫസ്റ്റ് ടൈം ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത സയൻറ്റിസ്റ്റ്. അദ്ദേഹം കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്ചാർജ് ട്യൂബിൽ കാഥോഡും ഉണ്ട്, ആനോഡും ഉണ്ട്. ഈ ആനോഡിൻ്റെ പ്രത്യേകത, ആനോഡിന് ഹോൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ആനോഡിന് വിളിക്കുന്ന പേര് പെർഫോറേറ്റഡ് ആനോഡാണ്. ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി അദ്ദേഹം പാസ് ചെയ്യുന്ന സമയത്ത് കാഥോഡിൽ നിന്നും ഒരു റേ ആനോഡിലേക്ക് വരുന്നതായിട്ട് അദ്ദേഹം നോട്ടീസ് ചെയ്തു. ആ റേ അദ്ദേഹം കാഥോഡ് റേസ് എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? കാഥോഡ് റേസ്. അപ്പം എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരും, ഹു ഡിസ്കവേർഡ് കാഥോഡ് റേസ്? സോ ദ ആൻസർ ഈസ് വില്യം ക്രൂക്സ്. റെഡിയാണല്ലോ. പക്ഷേ വില്യം ക്രൂക്സിന് ഇലക്ട്രോൺ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അദ്ദേഹം കാഥോഡ് റേസിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ മാത്രമേ അദ്ദേഹത്തിന് നൽകാൻ പറ്റിയിട്ടുള്ളൂ. ലേറ്റർ ഓൺ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ പിന്നീട് വന്നു. ഗോൾഡിസ്റ്റിനെ പോലെയുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ, അതുപോലെ വില്യം ഹിറ്റോർഫിനെ പോലെയുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ പിന്നീട് വന്നതിന് ശേഷം അവർ കാഥോഡ് റേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഡീറ്റെയിലായി പഠിച്ച സമയത്ത് അവർക്ക് കാഥോഡ് റേസിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ പറ്റി. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് കാഥോഡ് റേസിൻ്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാനിവിടെ ഹൈലൈറ്റർ വെച്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ് മക്കളെ, കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. സെക്കൻഡ് പോയിന്റ്, particles in the cathode rays have mass. Third point, cathode rays have negative charge. ഈ 3 പോയിൻറ്റ്സ് അതുപോലെ പഠിച്ചു വെക്കുക കേട്ടോ. ഇവിടെ തിരിച്ചും ചോദിക്കാറുണ്ട്. ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം. ഇപ്പം അവർ ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിലാണ് കാഥോഡ് റേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവർ കണ്ടെത്തിയത്. എങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് മനസ്സിലായത് എങ്ങനെയാണ്? അതിനുവേണ്ടി അവർ ചെയ്തിരിക്കുന്ന മക്കളെ, കാഥോഡ് റേസ് ട്രാവൽ ചെയ്യുന്ന ആ പാത്തിൽ അവരെന്ത് ചെയ്തു? ഒരു ഒപ്പാക്ക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കൊണ്ടുവച്ചു. ഒപ്പാക്ക് ഒബ്ജക്റ്റ് കൊണ്ടുവച്ച സമയത്ത് അതിൻ്റെ ഒരു ഷാഡോ അവിടെ ഫോം ചെയ്യുന്നതായിട്ട് അവർ കണ്ടു. അതിൽ നിന്നാണ് അവരെന്ത് മനസ്സിലാക്കിയത്? കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. രണ്ടാമത്തെ കേസിൽ കാഥോഡ് റേസിന് മാസ് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കി? അതിനവർ ചെയ്തത്, കാഥോഡ് റേസ് ട്രാവൽ ചെയ്യുന്ന പാത്തിൽ അവരെന്ത് ചെയ്തു? ഒരു സ്മോൾ പാഡൽ വീല് അവർ പ്ലേസ് ചെയ്തു. കാഥോഡ് റേസ് ഇങ്ങനെ പോകുന്ന സമയത്ത് പാഡൽ വീലിന് എന്ത് സംഭവിക്കും? ഇറ്റ് റൊട്ടേറ്റ്സ്. എന്തുകൊണ്ടാണ് റൊട്ടേറ്റ്സ് എന്ന് എന്തുകൊണ്ടായിരിക്കും അത് റൊട്ടേറ്റ് ആയതെന്ന് അവരെങ്ങനെ മനസ്സിലാക്കിയത്? യെസ്, അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് കാഥോഡ് റേസിലുള്ള പാർട്ടിക്കിൾസിന് എന്തുണ്ട്? മാസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് അവരെങ്ങനെ എത്തിച്ചേർന്ന മക്കളെ? നമ്മൾ ഈ ഡിസ്ചാർജ് ട്യൂബിൻ്റെ 2 സൈഡിലായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത സമയത്ത് കാഥോഡ് റേസ് വരുന്ന സമയത്ത് ഈ കാഥോഡ് റേസ് എല്ലാം കൂടി പോസിറ്റീവ് ഭാഗത്തേക്കാണ് എന്ത് അട്രാക്റ്റ് ആയത്. നമുക്കറിയാം ഓപ്പോസിറ്റ് ചാർജുകളാണ് അട്രാക്റ്റ് ആവാറ് അല്ലേ. അപ്പോൾ പോസിറ്റീവ് സൈഡിലേക്ക് അട്രാക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കാഥോഡ് റേസിന് ഒരു ചാർജ് ഉണ്ടാവുമല്ലോ, ആ ചാർജാണ് ഇത്. അത് അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത് കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജാണെന്നുള്ള അവർക്ക് മനസ്സിലാക്കിയത്. റെഡിയല്ലേ? ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ ഇതിലെ മെയിൻ കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ പേരാണ് ജെ തോംസൺ പിന്നീട് വന്നു. ജെ തോംസൺ വന്ന സമയത്ത് ഓൾറെഡി വില്യം ക്രൂക്സും അതുപോലെ മറ്റ് സയൻറ്റിസ്റ്റുകളൊക്കെ ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റും അതുപോലെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സൊക്കെ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ജെ തോംസന് കാര്യങ്ങളൊക്കെ എളുപ്പമായി. മറ്റുള്ളവർക്ക് ഇലക്ട്രോണിനെ ഡിസ്കവർ ചെയ്യാനൊന്നും മറ്റുള്ളവർക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഫൈനലി ജെ തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വന്നു. അദ്ദേഹം ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം കണ്ടെത്തിയ കാര്യം, ഈ കാഥോഡ് റേസിലുള്ള പാർട്ടിക്കിൾസിനെ അദ്ദേഹം ഇലക്ട്രോൺ എന്ന് വിളിച്ചു.
അപ്പോൾ ഇലക്ട്രോണിനെ കണ്ടെത്തിയ സയൻറ്റിസ്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് ജെ തോംസൺ. ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമുക്ക് ആകെ അറിഞ്ഞിരിക്കേണ്ടത് 2-3 സയൻറ്റിസ്റ്റുകളുടെ പേരുകളാണ്. വില്യം ക്രൂക്സ്, ദെൻ ജെ തോംസൺ. ജെ തോംസൺ കണ്ടെത്തിയത് ഇലക്ട്രോണിനെ കണ്ടെത്തിയ ക്രെഡിറ്റ് ആർക്ക് കിട്ടിയത് നമുക്ക് ജെ തോംസണാണ്. അതിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ട്. വില്യം ക്രൂക്സ് കണ്ടെത്തിയത് കാഥോഡ് റേസിനെ കുറിച്ച് മാത്രമേ വില്യം ക്രൂക്സിനെ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിനി രണ്ടാമത്തെ സബറ്റോമിക് പാർട്ടിക്കിളിലേക്ക് വരികയാണ് മക്കളെ. അതിൻ്റെ പേരാണ് പ്രോട്ടോൺ. ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ മാത്രം ഇവിടെ പഠിച്ചാൽ മതി. പ്രോട്ടോണിൻ്റെ ഡിസ്കവറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ പഠിക്കണം. ഒന്നാമത്തെ സയൻറ്റിസ്റ്റാണ് മക്കളെ ഗോൾഡ്സ്റ്റീൻ. ഗോൾഡ്സ്റ്റീനാണ് പ്രോട്ടോൺ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത സയൻറ്റിസ്റ്റ്. പക്ഷേ അദ്ദേഹത്തിന് പ്രോട്ടോൺ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് ആകെ കണ്ടെത്താൻ പറ്റിയത് അവിടെ ഈ കേസിലും ഒരു റേ ഫോം ചെയ്യുന്നുണ്ട്. ആ റേയുടെ പേര് കനാൽ റേസ് എന്നാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഹൂ ഡിസ്കവേർഡ് കനാൽ റേസ്? അപ്പോൾ ആൻസർ എന്തായിരിക്കണം? ഗോൾഡ്സ്റ്റീൻ. പക്ഷേ അതിന് ശേഷം വന്ന സയൻറ്റിസ്റ്റാണ് റൂദർഫോർഡ്. ഇദ്ദേഹമാണ് പ്രോട്ടോൺ കണ്ടെത്തിയത്. അതായത് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിൽ ഈ പാർട്ടിക്കിൾ, അതായത് ഈ പോസിറ്റീവ് കനാൽ റേസിൽ അടങ്ങിയിട്ടുള്ള ആ പാർട്ടിക്കിളിൻ്റെ പേര് പ്രോട്ടോൺ ആണെന്ന് കണ്ടെത്തിയ സയൻറ്റിസ്റ്റ് ആരാണ്? റൂദർഫോർഡാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ് ഹു ഡിസ്കവേർഡ് പ്രോട്ടോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കണം? റൂദർഫോർഡ്. ഇത്രയും നമുക്ക് എവിടെ പഠിക്കാനുള്ളൂ? പ്രോട്ടോണിൻ്റെ കേസിൽ പഠിക്കാനുള്ളൂ. അല്ല, നമ്മളിന്ന് ലാസ്റ്റ് ടോപ്പിക്, നമുക്കിനി ഒരു സബറ്റോമിക് പാർട്ടിക്കിൾ കൂടി പഠിക്കാനുണ്ട്. അതിൻ്റെ പേരാണ് ന്യൂട്രോൺ. ന്യൂട്രോണിൻ്റെ കേസിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ആകെ നിങ്ങളൊരു കാര്യം പഠിച്ചാൽ മതി. ന്യൂട്രോൺ കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? ജെയിംസ് ചാഡ്വിക്. 1932 അദ്ദേഹം ഡിസ്കവർ ചെയ്തത്. ഇനി ന്യൂട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ചാർജ് ഇല്ല കേട്ടോ. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. ഇത് ചാർജ്ലെസ് ആണ്. അപ്പോൾ നമ്മൾ 3 സബറ്റോമിക് പാർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്തു. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തത് റൂദർഫോർഡ്. അതിൻ്റെ ചാർജ് മക്കളെ പോസിറ്റീവാണ്. ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത് ജെ തോംസൺ. അതിൻ്റെ ചാർജ് നെഗറ്റീവാണ്. മൂന്നാമത്തത് ന്യൂട്രോൺ ഡിസ്കവർ ചെയ്ത് ജെയിംസ് ചാഡ്വിക്. അതിന് ചാർജ് ഇല്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പാഠത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്? ആറ്റം മോഡൽസ്. എന്താണ്? ആറ്റം മോഡൽസ്. പ്രധാനമായിട്ട് 3 ആറ്റം മോഡൽസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ആറ്റം മോഡൽ, അതായത് ആദ്യമായിട്ട് ആറ്റത്തിൻ്റെ ഒരു മോഡൽ സ്ട്രക്ചർ കണ്ടെത്തിയ സയൻറ്റിസ്റ്റാണ് ജെ തോംസൺ. സോ ഫസ്റ്റ് ആറ്റം മോഡൽ ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റാണ് ജെ തോംസൺ. അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിൻ്റെ പേര് മക്കളെ പ്ലം പുഡിംഗ് ആറ്റം മോഡൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആറ്റത്തിൻ്റെ മോഡലിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഈ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലം പുഡിംഗ് ആറ്റം മോഡൽ. ഈ ആറ്റം മോഡൽ മറ്റൊരു പേരും കൂടിയുണ്ട്, വാട്ടർ മെലോൺ ആറ്റം മോഡൽ. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ പ്രകാരം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ. ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഇൻ ദ സ്ഫിയർ വിൽ ബി ഈക്വൽ. സോ an atom is electrically neutral. ഈ ആറ്റം മോഡൽ മക്കളെ കുറേ കഴിഞ്ഞപ്പോൾ അത് റിജക്റ്റ് ആവാനുള്ള കാരണം ദിസ് മോഡൽ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ റിസൾട്ട്സ് ഓഫ് സെവറൽ എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ ഇതാണ് നമുക്ക് ജെ തോംസൻ്റെ ആറ്റം മോഡൽ പഠിക്കാനുള്ള കാര്യം കേട്ടോ. റെഡി അല്ലേ? ഇനി രണ്ടാമത്തെ ആറ്റം മോഡലാണ്. ആരുടെ ആറ്റം മോഡലാണ്? റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ. അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ആറ്റത്തിൻ്റെ മോഡൽ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിരുന്നു. ആ എക്സ്പെരിമെൻറ്റ് അദ്ദേഹം കണ്ടക്ട് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ സ്ട്രക്ചർ ഓഫ് എൻ ആറ്റം. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേരാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. മക്കളെ, നമ്മൾ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതാ ഞാൻ ഒരൊറ്റ PDF ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നോക്കി ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. എന്തൊക്കെയാണ് റൂദർഫോർഡ് ആറ്റം മോഡൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിൻ്റെ പേരെന്താണ്? പ്ലാനറ്ററി ആറ്റം മോഡൽ. അദ്ദേഹം ഈ എക്സ്പെരിമെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം. ഈ 2 പോയിൻറ്റ്സ് മനസ്സിലാക്കി വെക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം പ്രൊസീജിയറാണ്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മക്കളെ അദ്ദേഹം എങ്ങനെയാണ് പരീക്ഷണം നടത്തിയത്? റൂദർഫോർഡ് bombarded a very thin gold foil with the alpha rays which originated from radioactive substances and tried to find out the deflections that occurred in their path. അദ്ദേഹം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് ഒരു ഗോൾഡ് പ്ലേറ്റിലേക്ക് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൽ നിന്ന് വരുന്ന ആൽഫ റേസിനെ പോയിട്ട് ബൊമ്പാർഡ് ചെയ്യിപ്പിച്ചു. ബൊമ്പാർഡ് ചെയ്യിക്കുന്ന സമയത്ത് ഈ ആൽഫ റേസ് സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ സഞ്ചാരപാതയ്ക്ക് എന്തെങ്കിലും ഡിഫ്ലക്ഷൻസ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് അദ്ദേഹം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. റെഡിയാണല്ലോ?
റെഡി. എക്സ്പെരിമെൻറ്റിന് ശേഷം അദ്ദേഹം മനസ്സിലാക്കിയത് എന്തൊക്കെയാണ്? അതാണ് ഒബ്സർവേഷൻസ്. ഒന്നാമത്തെ ഒബ്സർവേഷൻ, നമുക്ക് ഈ ഒബ്സർവേഷനും അസംഷനും ഒരുപോലെ പഠിക്കണം കേട്ടോ. ഒന്നാമത്തെ ഒബ്സർവേഷൻ അദ്ദേഹം മനസ്സിലാക്കിയത് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. അതായത് ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾസും ഗോൾഡ് ഫോയിലൂടെ കടന്നു പോയത് ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാതെയാണ്. അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം എന്താണ്? അസംഷൻ എന്താണ്? മോസ്റ്റ് പാർട്ട് ഓഫ് ദി ആറ്റം വാസ് എംപ്റ്റി. അടുത്തത് സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾ എന്ന് അദ്ദേഹം കണ്ടു. ഇതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം എന്താണ്? It is some of the alpha particles got deflected by small angle when they passed by the positively charged region inside the atom. ഈ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസിന് ചെറിയ ഡിഫ്ലക്ഷൻ സംഭവിക്കാനുള്ള കാര്യം അവർ ആറ്റത്തിൻ്റെ പോസിറ്റീവ് റീജിയനിലൂടെ കടന്നു പോയപ്പോഴാണെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. മൂന്നാമത്തത് എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക്. ബൗൺസ് ബാക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ അത് മുന്നോട്ട് സഞ്ചരിച്ചത് അതേ പാതയിൽ തന്നെ തിരിച്ച് ബാക്കോട്ട് വന്നു. അതിനെയാണ് ബൗൺസ് ബാക്ക് എന്ന് പറയുക. അതിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്ന അസംഷൻ എന്താ മക്കളെ? ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ഓഫ് ദി ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ വോളിയം അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ആറ്റം. ആ സെൻറ്ററിനെ അദ്ദേഹം വിളിച്ച പേരാണ് ന്യൂക്ലിയസ്. ഇത്രയും കാര്യങ്ങളാണ് ഒബ്സർവേഷൻസിലും അസംഷനിലും നമ്മൾ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. എന്തായാലും കുട്ടികൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ഇത്രയും എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിൽ അദ്ദേഹം അവസാനം ഒരു ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തു. അതിൻ്റെ പേരാണ് പ്ലാനറ്ററി ആറ്റം മോഡൽ. അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ പ്രകാരം 4 പോയിൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പോയിൻറ്റ്, ആറ്റം ഹാസ് എ സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ സെൻറ്ററിൻ്റെ പേരെന്താണ്? ആറ്റത്തിൻ്റെ സെൻറ്റർ ഉണ്ട്, അതിൻ്റെ പേര് ന്യൂക്ലിയസ് എന്നാണ്. രണ്ടാമത്തെ പോയിൻ്റ് അദ്ദേഹം പറഞ്ഞത് ഈ ന്യൂക്ലിയസിൻ്റെ സൈസ് ആറ്റത്തിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണ്. മൂന്നാമത്തെ പോയിൻ്റ്, ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്. മൂന്നാമത്തെ പോയിൻ്റ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു ആറ്റത്തിൻ്റെ എൻറ്റയർ പോസിറ്റീവ് ചാർജും അതിൻ്റെ മാസും എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. നാലാമത്തെ പോയിൻ്റ് അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രോൺസ് റിവോൾവ് വെരി ഫാസ്റ്റ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത്. അതിനെ അദ്ദേഹം ഓർബിറ്റ് എന്ന് വിളിച്ചു. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. റെഡിയാണല്ലോ? പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ മക്കളെ ഫെയിലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിന് കുറേ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ലിമിറ്റേഷൻ ഓഫ് റൂദർഫോർഡ് ആറ്റം മോഡൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ പ്രകാരം അദ്ദേഹം പറഞ്ഞത് ഈ നെഗറ്റീവ് ചാർജിലെ ഇലക്ട്രോൺ സർക്കുലർ പാത്ത് ഓർബിറ്റിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില സയൻറ്റിസ്റ്റുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ ഇലക്ട്രോൺസിന് എനർജി ലോസ് ആയിട്ട് അതെല്ലാം കൂടി ന്യൂക്ലിയസിൽ വന്ന് കൊളാപ്സ് ചെയ്യില്ല എന്നുള്ള ചോദ്യം വന്നു. അതിന് കറക്റ്റായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയില്ല. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിൻ്റെ ലിമിറ്റേഷൻ. അപ്പോൾ എന്താണ് ലിമിറ്റേഷൻ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ വേർഡിൽ ആൻസർ ചെയ്താൽ പറ്റും. ലാസ്റ്റ് സെൻറ്റൻസ്, റൂദർഫോർഡ് ആറ്റം മോഡൽ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് എൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റിയിട്ടില്ല? റൂദർഫോർഡിനെ കൊണ്ട് പറ്റിയിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ നമ്മളിവിടെ പഠിച്ച കാര്യങ്ങൾ 5 കാര്യങ്ങളാണ്. ഒന്നാമത് പ്രൊസീജിയറാണ്, രണ്ടാമത്തത് ഒബ്സർവേഷൻ, മൂന്നാമത് അസംഷൻ, നാലാമത് ആറ്റം മോഡൽ. ആറ്റം മോഡലിൻ്റെ പേര് പ്ലാനറ്ററി ആറ്റം മോഡൽ എന്നാണ്. പ്ലാനറ്ററി ആറ്റം മോഡൽ. ഇനി അവസാനത്തെ പോയിൻ്റ് ലിമിറ്റേഷൻ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മോഡലിൽ നമുക്കിനി പഠിക്കാനുള്ളത് മൂന്നാമത്തെ ആറ്റം മോഡലാണ്. അതിൻ്റെ പേരാണ് നീൽസ് ബോർ ആറ്റം മോഡൽ. ഇദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ, അദ്ദേഹം എന്തിനാണ് ആറ്റം മോഡൽ കണ്ടെത്തിയെന്ന് അറിയോ? റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നല്ലോ. ആ ലിമിറ്റേഷനൊക്കെ മറികടന്ന് ഒരു പുതിയൊരു ആറ്റം മോഡൽ ഉണ്ടാക്കാനാണ് ആര് ശ്രമിച്ചത് മക്കളെ? നീൽസ് ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ട്രൈ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു PDF ഭാഗമാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത്. നീൽസ് ബോർ ആറ്റം മോഡൽ എന്തൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത് മക്കളെ? അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ പ്രകാരം അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം ഇൻ ഫിക്സഡ് ഓർബിറ്റ്സ്. അതായത് ഇലക്ട്രോൺസ് എല്ലാം ഒരു ന്യൂക്ലിയസിൻ്റെ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഫിക്സഡ് ഓർബിറ്റിലൂടെയാണെന്നാണ് ആര് പറഞ്ഞത്? ബോർ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ പ്രകാരം. രണ്ടാമത്തെ പോയിന്റ്, ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് എ ഡെഫിനിറ്റ് എനർജി. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോൺസിന് എന്തുണ്ടായിരിക്കും മക്കളെ? ഡെഫിനിറ്റ് ആയിട്ടുള്ള എനർജി ഉണ്ടായിരിക്കും. സോ ഓർബിറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് എനർജി ലെവൽസ്. അതുകൊണ്ട് ഈ ഫിക്സഡ് ഓർബിറ്റുകളെ നമുക്ക് എന്തും വിളിക്കാം? എനർജി ലെവൽസ് എന്നും വിളിക്കാം. അതുപോലെ തന്നെ ഈ ഓർബിറ്റ്സിനെ നമുക്ക് ഓൾസോ ഈ ഓർബിറ്റുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരിലും കൂടിയുണ്ട്, സ്റ്റേഷനറി എനർജി ലെവൽസ്. ഇങ്ങനെ പഠിച്ചാൽ മതി.
ഈ രണ്ടാമത്തെ പോയിൻ്റ് ടെക്സ്റ്റിൽ 2-3 പോയിൻ്റാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ പഠിച്ചാൽ മതി കേട്ടോ. അടുത്ത പോയിൻ്റ്, നമ്മൾ ന്യൂക്ലിയസിൽ നിന്നും ഡിസ്റ്റൻസ്, അതായത് ഓർബിറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ഈ ഓർബിറ്റിൻ്റെ എനർജി കൂടി വരും. ഫോർ എക്സാമ്പിൾ, ഈ ന്യൂക്ലിയസിന് തൊട്ടടുത്തുള്ള ഒരു ഓർബിറ്റ് ഉണ്ടാവുമല്ലോ, ഒന്നാമത്തെ ഓർബിറ്റ്, ദെൻ രണ്ടാമത്തെ ഓർബിറ്റ്, മൂന്നാമത്തെ ഓർബിറ്റ്. ഏറ്റവും കൂടുതൽ എനർജി ആർക്ക് ഉണ്ടാവുക? മൂന്നാമത്തെ ഓർബിറ്റിനാണ്. എന്തുകൊണ്ടാണ്? ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അതിന് മാക്സിമമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്തോറും ഓർബിറ്റിൻ്റെ എനർജി കൂടി വരും. ലാസ്റ്റ് പോയിന്റ് മക്കളെ, അദ്ദേഹം ഓർബിറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്തത് ഒരു പർട്ടിക്കുലർ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്തു. ആ നമ്പേഴ്സാണ് 1, 2, 3, 4, 5. ഇത്രയും കാര്യങ്ങളാണ് ബോർ ആറ്റം മോഡൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം വന്ന ചില സയൻറ്റിസ്റ്റുകൾ ഈ ഫിക്സഡ് ഓർബിറ്റ് അല്ലെങ്കിൽ ഈ എനർജി ലെവൽസിനെ അവർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അവർ പറഞ്ഞു ഈ ഓർബിറ്റുകൾ നമുക്ക് വേണമെങ്കിൽ ഷെൽസ് എന്ന് വിളിക്കാം. ഷെൽസ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 നമ്പേഴ്സിന് പകരം അത് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഒന്നാമത്തെ ഷെല്ലാണ് കെ ഷെൽ, രണ്ടാമത്തെ ഷെല്ല് എൽ ഷെൽ, മൂന്നാമത്തെ ഷെൽ എം ഷെൽ, ലാസ്റ്റ് ഷെൽ അറിയപ്പെടുന്നത് എൻ ഷെല്ലാണ്. ഇനി അങ്ങോട്ട് പോവാം, പക്ഷേ ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ 4 ഷെല്ലുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ. ഇതാ നമ്മൾ ഫിഗർ 1.7 നോക്കുക നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ. ഇതിൽ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു ബോർ ആറ്റം മോഡലിൻ്റെ മാതൃകയാണ്. ആ സെൻറ്ററിൽ കാണുന്ന പോസിറ്റീവ് ആകില്ല, അതാണ് ന്യൂക്ലിയസ്. അതിന് ചുറ്റുമുള്ള ഈ സർക്കുലർ പാത്ത്, അതിനാണ് നമ്മൾ ഫിക്സഡ് ഓർബിറ്റ് അല്ലെങ്കിൽ എനർജി ലെവൽസ് അല്ലെങ്കിൽ സ്റ്റേഷനറി എനർജി ലെവൽസ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഒന്നാമത്തെ ഓർബിറ്റിന് പറയുന്ന പേരാണ് കെ ഷെൽ. അടുത്തത് എൽ, ദെൻ എം, ദെൻ എൻ, ദെൻ ഒ. റെഡിയല്ലേ? ഓക്കെ. ഇനി നമുക്കിതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിന് മുന്നേ ഒരു ചെറിയൊരു ടേബിൾ കാണാം നിങ്ങൾക്ക്. ഈ ടേബിളൊന്ന് നമുക്ക് ഫില്ല് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഒന്നാമത്തെ പാർട്ടിക്കിൾ പ്രോട്ടോൺ. പൊസിഷൻ ഇൻ ആറ്റം. ആറ്റത്തിൻ്റെ ഏത് ഭാഗത്താണ് മക്കൾ പ്രോട്ടോൺ കാണപ്പെടുക? ന്യൂക്ലിയസിലാണ് കേട്ടോ. എവിടെയാണ്? ന്യൂക്ലിയസ്. അതിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ്. ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുക? ഓർബിറ്റിലാണ്. അതിൻ്റെ ചാർജ് എന്താ മക്കളെ? നെഗറ്റീവ്. ലാസ്റ്റ് വൺ ന്യൂട്രോൺ. ന്യൂട്രോൺ എവിടെ കാണപ്പെടുക? ന്യൂക്ലിയസിലാണ്. അതിൻ്റെ ചാർജ് നോ ചാർജ്. റെഡിയല്ലേ? ഇനി മാസ് ഓഫ് എൻ ആറ്റം ഈസ് സ്റ്റേറ്റഡ് ഇൻ യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു ആറ്റത്തിൻ്റെ മാസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? യൂണിഫൈഡ് അറ്റോമിക് മാസ്, യു. അതുപ്രകാരം പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ്? 1U. ഇലക്ട്രോൺ 0, ന്യൂട്രോൺ 1U. റെഡിയാണല്ലോ? ഒരു പോയിൻ്റ് കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ദ മാസ് ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് 1/1837 പാർട്ട് ഓഫ് ദി മാസ് ഓഫ് പ്രോട്ടോൺ. ഒരു പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 1/1837 ഭാഗമാണ് ഒരു ഇലക്ട്രോണിൻ്റെ മാസ്സായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, റെഡിയല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോർ ആറ്റം മോഡലുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതോടെ നമ്മൾ ആദ്യത്തെ 2 പാർട്ട് കംപ്ലീറ്റ് ആയി, സബ് അറ്റോമിക് പാർട്ടിക്കിൾസും ആറ്റം മോഡൽസും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിന് നിങ്ങളെല്ലാവരും 1 മുതൽ 18 വരെ വരുന്ന എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണം. അതിൻ്റെ പേരും സിമ്പലും അറ്റോമിക് നമ്പറും. റെഡിയല്ലേ? സോ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇത്, അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അറ്റോമിക് നമ്പറിനെ കുറിച്ചും മാസ് നമ്പറിനെ കുറിച്ചും പഠിക്കാം. മക്കളെ, അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അതിൻ്റെ ഒരു പ്രോട്ടോണിൻ്റെ എണ്ണം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അറ്റോമിക് നമ്പർ എന്ന് പറയാം. ഈ അറ്റോമിക് നമ്പറിനെ നമുക്കൊരു ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, ദറ്റ് ഈസ് Z. അതുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ച് നോക്കുക. അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോണിന് ഈക്വൽ ആണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ആറ്റത്തിലുള്ള മറ്റൊരു സബ് അറ്റോമിക് പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. ബേസിക്കലി മക്കളെ, എല്ലാ ആറ്റത്തിലും പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണോ നമ്പർ ഓഫ് പ്രോട്ടോൺ, അത് തന്നെയായിരിക്കും നമ്പർ ഓഫ് ഇലക്ട്രോണും വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാസ് നമ്പറാണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ മക്കളെ, നമുക്കറിയാം ഒരു ആറ്റത്തിൻ്റെ മാസ് എല്ലാം കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ് അല്ലേ? ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. ഈ പ്രോട്ടോണിൻ്റെ നമ്പറും, അതായത് നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ന്യൂട്രോണും കൂടി നമ്മൾ ആഡ് ചെയ്താൽ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പറിനെ പറയുന്ന പേരാണ് മാസ് നമ്പർ. അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ മക്കളെ? എ ആണ്. സോ മാസ് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമുക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ടാക്കിക്കൂടെ? എന്താ വരിക? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ്
പ്രോട്ടോൺ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. റെഡിയാണല്ലോ? യെസ്. നമുക്ക് വേണമെങ്കിൽ ഒരു ആറ്റത്തെ നമുക്ക് ബേസിക്കലി എല്ലാ എലമെൻസിനെയും ആറ്റത്തിനെയൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമുക്കറിയാം എല്ലാ ആറ്റത്തിനും ഒരു സിമ്പിൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എലമെൻ്റ് അറിയില്ലെങ്കിൽ നമുക്ക് ബേസിക്കലി ഒരു സിമ്പിൾ എന്താക്കി എടുക്കാം? എക്സ് എന്നെടുക്കാം. എക്സ് ഒരു സിമ്പിൾ, ഒരു ആറ്റത്തിൻ്റെ സിമ്പിളാണെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ നമ്മൾ എവിടെ റെപ്രസെൻ്റ് ചെയ്യാം? ഇതിൻ്റെ ലെഫ്റ്റ് ബോട്ടം സൈഡിലാണ്. അവിടെ നമ്മൾ സെഡ് എന്ന് കൊടുക്കും. അതുപോലെ മാസ് നമ്പർ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്താണ് മാസ് നമ്പർ കൊടുക്കാറ് കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ ഒരു ആറ്റത്തെ റെപ്രസെൻ്റ് ചെയ്യാറ്. സിമ്പിൾ വേണം, ലെഫ്റ്റ് ബോട്ടത്തിൽ അറ്റോമിക് നമ്പറും ടോപ്പ് ലെഫ്റ്റിൽ നമ്മൾ എന്ത് കൊടുക്കണം? മാസ് നമ്പറും റെപ്രസെൻ്റ് ചെയ്യണം. അതുപോലത്തെ ഒരു എക്സ്പെരിമെൻ്റാണ്, അതുപോലത്തെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കാണാം, Cl1735, Ca2040. Cl1735ൻ്റെ കേസിൽ ഈ താഴെ ലെഫ്റ്റ് ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എന്താ മക്കളെ? 17 എന്ന് പറഞ്ഞാൽ ഏത് നമ്പറാണ്? ഇറ്റ് ഈസ് ദ അറ്റോമിക് നമ്പർ. 35 എന്ന് പറഞ്ഞാൽ എന്ത് നമ്പറാണ്? മാസ് നമ്പർ. ഇതറിയുമെങ്കിൽ നമുക്ക് ഇവിടുത്തെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം കണ്ടെത്തിക്കൂടെ? ഇങ്ങനൊരു ആറ്റം തന്നു കഴിഞ്ഞാൽ നമ്മൾ 5 കാര്യങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ പറ്റേണ്ടത്. 5 കാര്യങ്ങൾ. ഒന്ന് Z ആണ്. രണ്ടാമത്തത് Z എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് നമ്പർ. എ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ. പിന്നെ നമ്മൾ കണ്ടെത്തേണ്ടത് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. ലാസ്റ്റ് വൺ നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ്. അപ്പോൾ ഇത് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കുക. Cl1735 അറ്റോമിക് നമ്പർ എത്രയാണ്? 17. മാസ് നമ്പർ എത്രയാണ് മക്കളെ? 35. എത്രയാണ്? 35. ഇനി പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടെത്തിക്കൂടെ? പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? അറ്റോമിക് നമ്പറിന് തുല്യമല്ലേ? അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയായിരിക്കും? 17. ഇലക്ട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടെത്തുക? പ്രോട്ടോണിൻ്റെ എണ്ണം എന്താണോ അത് തന്നെയായിരിക്കും ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പോൾ അതും എത്രയും മക്കളെ ആൻസർ വരിക? 17. റെഡിയല്ലേ? ഇനി ന്യൂട്രോൺ നമ്മളെങ്ങനെ കണ്ടെത്തും? ന്യൂട്രോൺ കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറയാം മാസ് നമ്പർ എത്ര? ഈ കേസിൽ 35. അറ്റോമിക് നമ്പർ എത്രയാണ്? 17. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? നമുക്കിവിടെ എന്ത് കണ്ടെത്താം മക്കളെ? പറ. നമുക്കിവിടെ കണ്ടെത്താൻ പറ്റുന്നത് എന്തിൻ്റെ എണ്ണം കണ്ടെത്താം? ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടെത്താം. അപ്പോൾ ഈ കേസിൽ എത്ര ന്യൂട്രോണിൻ്റെ എണ്ണം വരിക? 35 മൈനസ് 17. ആൻസർ എത്രയും മക്കളെ? നിങ്ങളെല്ലാവരും പറ. 18. എത്ര വരിക? 18. ഈ രീതിയിലാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഒരു ആറ്റം തന്നു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, നമ്പർ ഓഫ് പ്രോട്ടോൺ, നമ്പർ ഓഫ് ഇലക്ട്രോൺ, നമ്പർ ഓഫ് ന്യൂട്രോൺ ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റണം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ടേബിള് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ടേബിളിലെ ചില എക്സാമ്പിൾസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എല്ലാവരും നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കുക. 2 എക്സാമ്പിൾസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് TH എന്ന് പറഞ്ഞാൽ തോറിയം എന്നാണ് പറയട്ടോ. തോറിയം 90-32. അതുപോലെ രണ്ടാമത് ടൈറ്റാനിയം 22-48. ഇവിടെ നമുക്ക് ഈ 2 കേസിൽ 5 കാര്യങ്ങൾ കണ്ടെത്തണം. 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബാക്കി നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേബിൾ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക കേട്ടോ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. മക്കളെ, ഒന്നാമത്തെ കേസിൽ Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാണ്, A എന്ന് പറഞ്ഞാൽ മാസ് നമ്പറാണ്. ദെൻ നമുക്ക് എന്തൊക്കെ കണ്ടെത്തണം? നമ്പർ ഓഫ് പ്രോട്ടോൺ കണ്ടെത്തണം, നമ്പർ ഓഫ് ഇലക്ട്രോൺ കണ്ടെത്തണം, നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടെത്തണം. ഒന്ന് വേഗം പറയും. ഒന്നാമത്തെ കേസിൽ അറ്റോമിക് നമ്പർ എത്ര വരിക? ഈ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ നമ്പറല്ലേ? എത്രയാണ്? 90. മാസ് നമ്പർ എത്രയാണ്? 232. റെഡിയല്ലേ? ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺ. നമ്പർ ഓഫ് പ്രോട്ടോണും എങ്ങനെ മക്കളെ നമ്പർ ഓഫ് പ്രോട്ടോൺ കണ്ടെത്തുക? യെസ്, അറ്റോമിക് നമ്പർ തന്നെയായിരിക്കും എന്ത്? നമ്പർ ഓഫ് പ്രോട്ടോൺ. ആൻസർ 90. നമ്പർ ഓഫ് ഇലക്ട്രോൺ എങ്ങനെ കണ്ടെത്തും? അതെ, നമ്പർ ഓഫ് പ്രോട്ടോൺ എന്താണോ അത് തന്നെയായിരിക്കും എന്ത്? നമ്പർ ഓഫ് ഇലക്ട്രോൺ. ആൻസർ 90. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടെത്തണം. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പോൾ എത്ര കിട്ടും? 142. റെഡിയല്ലേ? ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? നമ്മൾ ഈ 5 കാര്യങ്ങളിൽ 3 പേര് ഓൾവേസ് സെയിം ആയിരിക്കും. ആരൊക്കെയാണത്? അറ്റോമിക് നമ്പർ, നമ്പർ ഓഫ് പ്രോട്ടോൺ, നമ്പർ ഓഫ് ഇലക്ട്രോൺ. റെഡിയാണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ് കൂടി നമുക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് കേസിൽ മക്കൾ പറ. അറ്റോമിക് നമ്പർ എത്രയാണ്? 22. മാസ് നമ്പർ എത്രയാണ്? 48. നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാണ് മക്കളെ? 22. നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 22. നമ്പർ ഓഫ് ന്യൂട്രോൺ എത്രയായിരിക്കും? 48 മൈനസ് 22. ആൻസർ 26. ഓക്കെ അല്ലേ? ഡയറക്റ്റ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഞാൻ പറഞ്ഞു നിങ്ങളോട് മക്കളെ, നമുക്ക് 2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 രീതിയിൽ എഴുതാൻ പഠിക്കണം. ഒന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കണം. രണ്ടാമത്തത് അതിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റണം. അതിനാണ് നമ്മൾ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുക കേട്ടോ. അത് രണ്ടും നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും.
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുന്നതിന് മുന്നേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മൾ ഇലക്ട്രോൺസിനെ ഓരോ ഷെല്ലിലേക്ക് ഫില്ല് ചെയ്യാം. ആദ്യം നമ്മൾ ഫില്ല് ചെയ്യുന്ന ഷെൽ ഏതായിരിക്കും? ഏറ്റവും നിയറസ്റ്റ് ഷെൽ ഏതാണ്? ഒരു ന്യൂക്ലിയസിനെ സംബന്ധിച്ച് നിങ്ങൾ പറ, ഏറ്റവും ന്യൂക്ലിയസിൻ്റെ അടുത്ത് വരുന്ന ഷെൽ ഏതാണ് വരുന്നത്? ഏറ്റവും അടുത്തുള്ള ഷെല്ലാണ് ഏതാണ് മക്കളെ പറ? യെസ്, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ആറ്റം വരയ്ക്കുകയാണ്. ഇത് ന്യൂക്ലിയസ്, ഇത് ഒന്നാമത്തെ ഷെൽ, ഇത് സെക്കൻഡ് ഷെൽ, ഇത് തേർഡ് ഷെൽ, ഇത് ഫോർത്ത് ഷെൽ. ഇനി നിങ്ങൾ പറ, ഈ ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ടാവും? പ്രോട്ടോൺ ഉണ്ടാവും, ന്യൂട്രോൺ ഉണ്ടാവും. ഈ ഫസ്റ്റ് ഷെല്ലിൻ്റെ പേരെന്താണ്? കെ ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ല് എൽ, അടുത്ത ഷെൽ ഏതാണ് മക്കളെ? എം ഷെൽ, ലാസ്റ്റ് ഷെൽ ഏതാണ്? എൻ ഷെൽ. റെഡിയാണല്ലോ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഓരോ ഷെല്ലിലും ഒരു മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതായത് ഓരോ ഷെല്ലിനും ഓരോ എണ്ണം ഉണ്ട്. എത്ര ഇലക്ട്രോണാണ് അതിനെ അവിടെ ഫില്ല് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു എണ്ണം ഉണ്ട്. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ കേസ്, കെ ഷെല്ലിൻ്റെ കേസിൽ മക്കളെ നമുക്ക് മാക്സിമം ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺ എണ്ണം 2 ആണ്. എൽ ആണെങ്കിൽ അത് 8 ആണ്. എം ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 18 ആണ്. അതുപോലെ എൻ ഷെല്ലാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 32 ആണ്. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റിയത്? ഇത് നമ്മൾ കണ്ടെത്തിയത് നമ്മളൊരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. ആ ഇക്വേഷനാണ് 2n². എൻ എന്ന് പറഞ്ഞാൽ മക്കളെ, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓർബിറ്റിൻ്റെ നമ്പറാണ്. അപ്പോൾ ഈ ഓർബിറ്റ് നമ്പർ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്പർ ഓഫ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇത് ടെക്സ്റ്റിൽ ഇതാ പറയുന്നുണ്ട്, ഒരു ടേബിളുണ്ട്, ടേബിൾ 1.3 കേട്ടോ. അപ്പോൾ ഇത് പ്രകാരം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഓരോ ഷെല്ലിലെയും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് മനസ്സിലാക്കി വെക്കണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകുന്നത്. റെഡിയാണല്ലോ? നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ കാണാം, ടേബിൾ 1.4. 1 മുതൽ 18 വരെ വരുന്ന എലമെൻസിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജൻ മുതൽ ആർഗൺ വരെ. അറ്റോമിക് നമ്പറാണ് രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അതിന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ എഴുതണം. നമുക്കറിയാം, അറ്റോമിക് നമ്പർ കിട്ടിയാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എഴുതാൻ എളുപ്പമല്ലേ? എന്താണോ അറ്റോമിക് നമ്പർ, ആ നമ്പർ തന്നെ ആയിരിക്കില്ലേ നമ്പർ ഓഫ് ഇലക്ട്രോൺ? ഒന്നാമത്തെ കേസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയായിരിക്കും? 1. രണ്ടാമത്തെ കേസിലോ 2, അടുത്തിലോ 3, നെക്സ്റ്റിലോ 4, അടുത്തതിൽ 5. ഈ രീതിയിലാണ് നമ്മളത് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ ഷെല്ലിലേക്കും ഇലക്ട്രോൺസിനെ കൊടുത്തൂടെ? ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ബെറീലിയം ഒന്ന് എടുത്ത് നോക്കാം. ബെറീലിയം 4 ആണ് അറ്റോമിക് നമ്പർ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 4 ആണ്. അപ്പോൾ ടോട്ടൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ഷെല്ലിലേക്ക് കൊടുക്കണം. കെ ഷെല്ലിൽ മാക്സിമം നമുക്ക് എത്ര ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റുള്ളൂ? 2. ഇനി 4 എത്ര ബാക്കിയുണ്ട്? 2. അത് ഏത് ഷെല്ലിലാണ് കൊടുക്കുക മക്കളെ? 2ലാണ് കൊടുക്കുക, അല്ലാതെ എല്ലാണ് കൊടുക്കുക, അല്ലാതെ എമ്മിലേക്ക് കൊടുക്കാൻ പറ്റില്ല. ഓരോ ഷെല്ലും കംപ്ലീറ്റ് ആക്കിയിട്ടാണ് നമ്മൾ അടുത്ത ഷെല്ലിലേക്ക് പോകേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുക. യെസ്, നമ്മളിനി എഴുതാൻ പോവുകയാണ്. ഒന്നാമത്തെ കേസ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മക്കളെ കാർബൺ 6 ആണ് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ അല്ലേ? അറ്റോമിക് നമ്പർ 6 ആണെങ്കിൽ നിങ്ങൾ പറ, ഈ കാർബണിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 6 ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 2,4. ഈ 2 എന്ന് പറഞ്ഞാൽ ഏതാ ഷെല്ല് മക്കളെ? കെ ഷെല്ലാണ്. അടുത്ത ഷെല്ല് ഏതാണ്? എൽ ഷെല്ലാണ്. അപ്പോൾ 2,4 ആണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അതുപോലെ അടുത്ത് നമുക്ക് എടുക്കാം നൈട്രജൻ. അറ്റോമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? 2,5. അടുത്ത് നമുക്ക് സോഡിയം എടുക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. എന്താ വരിക? 2,8,1. ഇനി നമുക്ക് പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ലാസ്റ്റ് എലമെൻറ്റ് എടുക്കാം. നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് എലമെൻറ്റ് ആർഗൺ 18 എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര? 18 അല്ലേ? അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 2,8,8. റെഡിയാണല്ലോ? യെസ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇനി നമുക്ക് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതിന് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതിന് എന്ത് ചെയ്യണം? ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ, ഇത് വരച്ച് കാണിക്കണം. അങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരച്ച് കാണിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. എന്താ പറയുക? ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. സോ നമ്മൾ അടുത്ത ടോപ്പിക്കിന് എന്താണ്? ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കിയാലോ? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. സോഡിയം 1123 എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട് വിചാരിക്കുക, ആറ്റം. അപ്പോൾ നമ്മളിതിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. സോ ഇറ്റ് ഈസ് 2,8,1. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 1 ഇലക്ട്രോൺ.
ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. സോഡിയത്തിൽ എത്ര ഷെല്ലുകളുണ്ട്? 3 ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കാൻ പറ്റും. ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ന്യൂക്ലിയസ് വരയ്ക്കണം. എന്ത് വരയ്ക്കണം? ന്യൂക്ലിയസ് വരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നോക്കുക, എത്ര ഷെല്ല് വരയ്ക്കാനുണ്ട് മുകളിൽ? 3 ഷെല്ലല്ലേ. അപ്പോൾ 3 ഷെല്ലുകൾ വരച്ചു കൊടുക്കുക. ഇത് 1ാമത്തെ ഷെൽ, ഇത് 2ാമത്തെ ഷെൽ, ഇത് 3ാമത്തെ ഷെൽ. റെഡിയാണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ഷെല്ലിലെയും ഇലക്ട്രോൺസ് നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ പറ, 1ാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ് മക്കളെ ഉള്ളത്? 2 ഇലക്ട്രോൺ. അതായത് ഞാൻ യെല്ലോ കളറിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ്. അപ്പോൾ 8 ഇലക്ട്രോൺസ് ഇവിടെ കൊടുക്കണം. 1 2 3 4 5 6 7 8. റെഡിയല്ലേ? ഇനി ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉള്ളത്? 1 ഇലക്ട്രോൺ. റെഡി? കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ന്യൂക്ലിയസിലുള്ള സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടി അവിടെ എഴുതണം കേട്ടോ. അപ്പോൾ ഇവിടെ ന്യൂക്ലിയസിൽ ആരൊക്കെ സബറ്റോമിക് പാർട്ടിക്കിൾസ് ഉള്ളത്? നിങ്ങൾ പറ. പ്രോട്ടോണും ആരൊക്കെ ഉണ്ടാവുക? ആരൊക്കെയാണ് ന്യൂക്ലിയസിൽ ഉണ്ടാവുക? യെസ്, പ്രോട്ടോൺ ഉണ്ടാവും. പിന്നെ അതുപോലെ ആരുണ്ടാവും മക്കളെ? ന്യൂട്രോൺ ഉണ്ടാവും. ഈ സോഡിയത്തിൻ്റെ കേസിൽ എത്രയാണ് പ്രോട്ടോണിൻ്റെ എണ്ണം? നിങ്ങൾ പറ. അറ്റോമിക് നമ്പർ 11 അല്ലേ. അപ്പം പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയായിരിക്കും? 11 പ്രോട്ടോൺ. ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടെത്തുക? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പറാണ്. അപ്പോൾ എത്ര വരിക മക്കളെ? 23 മൈനസ് 11 എത്രയാണ്? 12. ഇതാണ് സോഡിയത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതുപോലെ ഇനി ഏത് ആറ്റം തന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വരയ്ക്കാൻ പറ്റണം. അപ്പോൾ വരയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക, ദെൻ ന്യൂക്ലിയസ് വരയ്ക്കുക, ന്യൂക്ലിയസിനുള്ളിലുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം അവിടെ എഴുതുക, ദെൻ ഷെല്ലുകൾ വരയ്ക്കുക. എത്ര ഷെല്ലാണോ വേണ്ടത് നമ്മൾ ആദ്യം നോക്കണം കേട്ടോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നമുക്കൊരു ഐഡിയ കിട്ടും എത്ര ഷെല്ലാണ് വേണ്ടതെന്നുള്ളത്. ഷെല്ല് വരച്ചതിന് ശേഷം ഓരോ ഷെല്ലിലെയും ഇലക്ട്രോൺ ഇതുപോലെ ഡോട്ടഡ് ആയിട്ട് നമ്മൾ കൊടുക്കുക. റെഡിയല്ലേ? യെസ്. ടെക്സ്റ്റിൽ നമുക്ക് ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ ചില ചോദ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ദ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അലുമിനിയം 1327 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ മക്കളെ വരയ്ക്കുക? നിങ്ങൾ പറ. അലുമിനിയം 1327ൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. എന്താ എഴുതേണ്ടത്? ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി നോക്കണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം ആദ്യം? യെസ്, നമുക്ക് തന്നിരിക്കുന്ന എലമെൻ്റ് ഏതാണ്? അലുമിനിയം അല്ലേ. അപ്പോൾ അലുമിനിയം നമ്മൾ ആദ്യം എഴുതണം അല്ലേ. ഇതുപോലെ എഴുതണം. അലുമിനിയം 1327. ആദ്യം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 2 8 3. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി. എത്ര ഷെല്ലുകളുണ്ട് മക്കളെ? 3 ഷെല്ലുകളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ന്യൂക്ലിയസ് വരയ്ക്കുക. ന്യൂക്ലിയസ് വരച്ചതിന് ശേഷം അതിന് ചുറ്റും എന്ത് വരയ്ക്കണം? പറയൂ. ഷെൽ. ഇത് 1ാമത്തെ ഷെല്ല്. ടോട്ടൽ എത്ര ഷെല്ല് വരയ്ക്കണം? 3 ഷെൽ. ന്യൂക്ലിയസിൽ നമ്മൾ എന്താ മാർക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ പറ. ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെയുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും അല്ലേ. സോ പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണം അവിടെ കൊടുക്കണം. പ്രോട്ടോൺ എത്ര മക്കളെ? 13 പ്രോട്ടോൺ. ന്യൂട്രോണോ? 27 മൈനസ് 13 എത്രയാണ്? 14. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പ്രോസസ്സ് എന്താ? അടുത്ത പ്രോസസ്സ് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യലാണ്. 1ാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺസ്. എത്ര ഇലക്ട്രോണാണ്? 2 ഇലക്ട്രോൺസ്. അത് നമുക്ക് ഇതുപോലെ ഡോട്ടഡ് ആയിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പോൾ 1ാമത്തെ ഷെല്ല് കംപ്ലീറ്റ് ആയി. 2ാമത്തേലോ? 8 ഇലക്ട്രോൺ. ഇതുപോലെ കൊടുക്കുക കേട്ടോ. 1 2 3 4 5 6 7 8. ലാസ്റ്റ് ഷെല്ലിൽ എത്രയുണ്ട് മക്കളെ? 3. 1 2 3. ഇതാണ് അതിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. റെഡിയാണല്ലോ. ചോദ്യം ഇതുപോലെ ചോദിക്കാം. ദ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം ഈസ് ഗിവൺ. ഇനി ഈ ചിത്രം നോക്കിയിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടെത്തണം? യെസ്, ഈ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? സെൻറ്ററിലേക്ക് നോക്കുക, ന്യൂക്ലിയസിലേക്ക് നോക്കുക. പി എന്ന് പറഞ്ഞ പ്രോട്ടോണിൻ്റെ എണ്ണം. ഈ നമ്പർ ഓഫ് പ്രോട്ടോൺ കിട്ടിയാൽ നമുക്ക് അറ്റോമിക് നമ്പർ കണ്ടെത്തിക്കൂടെ? നമ്പർ ഓഫ് പ്രോട്ടോൺ തന്നെയാണ് അറ്റോമിക് നമ്പർ. അപ്പോൾ ഇതിൻ്റെ അറ്റോമിക് നമ്പർ എന്തായിരിക്കും? 18. മാസ് നമ്പർ കണ്ടെത്താൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം? അത് രണ്ടും കൂടി കൂട്ടിയാൽ പോരെ. 18 + 22 40. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺ കണ്ടെത്താൻ പറഞ്ഞാലോ? യെസ്, പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെ ആയിരിക്കില്ല മക്കൾ ഇലക്ട്രോണിൻ്റെ എണ്ണം. സോ അതും 18 തന്നെയായിരിക്കും. റെഡി? ഈ രീതിയിലാണ് നമ്മൾ ഈ പ്രോബ്ലമൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങളെല്ലാവരും ഈ ഒരു സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഞാനിവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഏറ്റവും ടോപ്പിൽ ഹൈഡ്രജൻ്റെ 3 ആറ്റംസ് കൊടുത്തിട്ടുണ്ടല്ലേ. അതിൽ അറ്റോമിക് നമ്പർ നോക്കുക. ഞാനൊന്ന് വായിക്കാം. ഇതെങ്ങനെ വായിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം കേട്ടോ. 1H1 1H2 1H3. അതുപോലെ താഴെയുള്ളത് C612 C613 C614. ഈ ആറ്റത്തിൻ്റെ പ്രത്യേകത എന്താ മക്കളെ? ഞാൻ ഡിഫറെൻറ്റ് ഇങ്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആറ്റത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ പറ. 2 കേസിലും അറ്റോമിക് നമ്പർ സെയിം ആണ്, ആറ്റവും സെയിം ആണ് അല്ലേ.
ഒന്നാമത്തെ കേസിൽ എല്ലാം ഹൈഡ്രജൻ അറ്റോമിക് നമ്പറൊക്കെ സെയിമാണ്. രണ്ടാമത്തെ കേസിൽ കാർബൺ അറ്റോമിക് നമ്പർ സെയിമാണ്. എന്തിലാണ് ഡിഫറൻസ് ഉള്ളത്? മാസ് നമ്പറിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഒന്നാമത്തെ കേസിൽ മാസ് നമ്പർ, ഹൈഡ്രജൻ്റെ കേസാണെങ്കിൽ മാസ് നമ്പർ 1 ആണ്, അതിൽ രണ്ടാമത്തിൽ മാസ് നമ്പർ 2 ആണ്, അടുത്തതിൽ മാസ് നമ്പർ 3 ആണ്. കാർബണിൻ്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് കേസിൽ മാസ് നമ്പർ 12, രണ്ടാമത്തിൽ 13, മൂന്നാമത്തിൽ 14. എന്തെങ്കിലും ഒരു റിലേഷൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്. ഇത്തരം പെയറുകളെ പറയുന്ന പേരാണ് ഐസോടോപ്സ്. എന്ന് പറഞ്ഞാൽ ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ്സ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറുമുള്ള ആറ്റത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ഐസോടോപ്സ്. റെഡിയാണോ? അപ്പോൾ ഇനി ഐസോടോപ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ അവിടെ നിന്ന് പഠിക്കാം കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഐസോടോപ്സിനെ കുറിച്ച് ഡെഫിനിഷൻ പറഞ്ഞു. ഐസോടോപ്പിൽ 2 എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ, രണ്ടാമത്തത് ഐസോടോപ്സ് ഓഫ് കാർബൺ. ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജനിൽ എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? 1H1 അതിന് പറയുന്ന പേരാണ് പ്രോട്ടിയം, 1H2 അതിൻ്റെ പേരാണ് ഡ്യൂട്ടീരിയം, 1H3 അതിൻ്റെ പേരാണ് ട്രിഷ്യം. ഈ പേരുകളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളുടെ പേരുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. റെഡി? ഇനി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹൈഡ്രജൻ്റെ ഈ 3 ഐസോടോപ്പുകളിൽ ന്യൂട്രോൺ 0 ആകുന്ന ഐസോടോപ്പ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ആൻസർ പ്രോട്ടിയമാണ്. ഇതാണ് പ്രോട്ടിയം. അടുത്തത്, വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ഹെവി വാട്ടർ? നമുക്ക് വാട്ടറിൻ്റെ ഫോർമുല എല്ലാവർക്കും അറിയാമല്ലേ, H2O എന്നല്ലേ. ഹെവി വാട്ടറിൻ്റെ ഫോർമുല Hൻ്റെ സ്ഥാനത്ത് D കൊടുക്കണം. D എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹെവി വാട്ടറിൻ്റെ ഫോർമുല വരുന്നത് D2O എന്നായിരിക്കും. അതുപോലെ ഹൈഡ്രജൻ്റെ ഒരു ഐസോടോപ്പ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഡ്യൂട്ടീരിയമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നമുക്കിനി പഠിക്കാനുള്ളത് ഐസോടോപ്സ് ഓഫ് കാർബണിനെ കുറിച്ചാണ്. കാർബണിന് പ്രധാനമായിട്ടും 3 ഐസോടോപ്പുകളുണ്ട്, C12, C13, C14. ഇനി കാർബണും ഈ ഐസോടോപ്പുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പോയിൻറ്റ്സ് ഉണ്ട്. ദ മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഐസോടോപ്പ് ഓഫ് കാർബൺ അതേതാണ്? കാർബൺ 12 ആണ്. അതുപോലെ മെറ്റബോളിക് പ്രോസസ്സ്, പ്ലാന്റ്സിലും ആനിമൽസിലും നടക്കുന്ന മെറ്റബോളിക് പ്രോസസ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഒരു ഐസോടോപ്പ് ഉണ്ട്, അതിൻ്റെ പേരാണ് C13. അതുപോലെ ഏജ് ഓഫ് ഫോസിൽസ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഒരു ഐസോടോപ്പ് ഉണ്ട്, അതിൻ്റെ പേരാണ് C14. ഈ C14 എന്ന് പറയുന്ന ഐസോടോപ്പ് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് കൂടിയാണ് കേട്ടോ. ഇനി ചില ഐസോടോപ്പുകളെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ മാച്ച് ദ ഫോളോവിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഐസോടോപ്പുകളാണ് ഇനി പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അയോഡിൻ 131 ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുക മക്കളെ? ടു സ്റ്റഡി ദ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ്. യുറേനിയം 235 ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കും. കൊബാൾട്ട് 60 ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കും. സോഡിയം 24 ടു ഡിറ്റക്ട് ദ ലീക്കേജ് ഇൻ ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈൻസിൽ ഉണ്ടാകുന്ന ലീക്കേജ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കും. ദെൻ അയൺ 59 ടു ഡയഗ്നോസ് അനീമിയ. റെഡിയല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. നിങ്ങളെല്ലാവരും നമ്മൾ സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഞാനിവിടെ 3 ആറ്റംസ് എഴുതിയിട്ടുണ്ട്. AR എന്ന് പറഞ്ഞാൽ ആർഗണാണ്, K എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം, CA എന്ന് പറഞ്ഞാൽ കാൽഷ്യം. ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 18, മാസ് നമ്പർ 40. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19, മാസ് നമ്പർ 40. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 20, മാസ് നമ്പർ 40. എന്തെങ്കിലും സിമിലാരിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, മാസ് നമ്പർ എല്ലാം സെയിം ആണ്, അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ എലമെൻറ്റ്സ്, അറ്റംസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. വ്യത്യസ്ത എലമെൻറ്റ്സ് അല്ലേ ഇവിടെ മക്കളെ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആണോ? അപ്പം ഇത്തരത്തിലുള്ള, അതായത് സെയിം മാസ് നമ്പറും ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പറുമുള്ള ആറ്റംസ്, അത് ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. ഐസോബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോബാർസ് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവിങ് സെയിം മാസ് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. അപ്പോൾ നിർബന്ധമായിട്ടും ആ ഡെഫിനിഷനൊക്കെ ഒന്ന് പഠിച്ചു കൊടുക്കുക. അവിടെ കൊടുത്തിരിക്കുകയാണ്, അത് മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയില്ല. കുറച്ച് ആറ്റംസ് നമുക്ക് തരും, ഗ്രൂപ്പ് ഓഫ് ബഞ്ച് ഓഫ് ആറ്റംസ് തന്നിട്ട് ഇതിൽ ഐസോടോപ്പ് പെയറുകൾ കണ്ടെത്താൻ പറയും, ഐസോബാർ കണ്ടെത്താൻ പറയും. എങ്ങനെ ഐസോടോപ്പ് കണ്ടെത്താം? സെയിം അറ്റോമിക് നമ്പർ ഉണ്ടോ നോക്കിയാൽ മതി. ഐസോബാർ എങ്ങനെ കണ്ടെത്താം? സെയിം മാസ് നമ്പർ ഉണ്ടോ നോക്കിയാൽ മതി. റെഡിയല്ലേ? ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ, ഐസോട്ടോൺ. മക്കളെ, ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്ക് 2-3 ആറ്റംസ് ഒക്കെ തരികയാണെങ്കിൽ അത് ഐസോട്ടോൺ ആണോ അല്ലെന്ന് എങ്ങനെ കണ്ടെത്തുക? യെസ്, ആ ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് ന്യൂട്രോൺ നോക്കുക. നമ്പർ ഓഫ് ന്യൂട്രോണിൻ്റെ എണ്ണം ഈക്വൽ ആണെങ്കിൽ അവരെ പറയുന്ന പേരാണ് ഐസോട്ടോൺസ്. 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ.
നൈട്രജൻ 715, കാർബൺ 614. മക്കളിവിടെ അറ്റോമിക് നമ്പർ സെയിം അല്ല, മാസ് നമ്പറും സെയിം അല്ല, നമ്പർ ഓഫ് പ്രോട്ടോൺ സെയിം അല്ല, നമ്പർ ഓഫ് ഇലക്ട്രോണും സെയിം അല്ല. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ന്യൂട്രോൺ സെയിം ആയിരിക്കും. ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടെത്തുക? ഒന്നാമത്തെ കേസിൽ 15 - 7 8, രണ്ടാമത്തെ കേസിൽ 14 - 6 8. രണ്ടിൻ്റെയും നമ്പർ ഓഫ് ന്യൂട്രോൺ സെയിം അല്ലേ? അതുകൊണ്ട് ഇവരെ നമുക്കെന്ത് വിളിക്കാം? ഐസോട്ടോൺസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാപ്റ്റർ നമ്മൾ 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് പാർട്ടിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. സെക്കൻഡ് പാർട്ടിൽ ആറ്റം മോഡൽസ്, പ്ലം പുഡിംഗ് ആറ്റം മോഡൽ, പ്ലാനറ്ററി ആറ്റം മോഡൽ, ബോർ ആറ്റം മോഡൽ. തേർഡ് ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ആൻഡ് ലാസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത് ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം പെർഫെക്റ്റായി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗങ്ങളിൽ പഠിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ലെറ്റസസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം.